ഗുഡ് മോർണിംഗ് ഓൾ ഗ്രേറ്റ് ലീഡേഴ്സ്. എല്ലാവരെയും ഞാൻ ഈ സൂമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, രാവിലത്തെ സൂമാണ് നമ്മുടെ ഒരു എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത്. ആ ഒരു എനർജിയോട് കൂടി തന്നെ രാവിലെ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അവസരത്തിലാണേലും നമ്മുടെ ലൈഫിലാണേലും നമ്മളൊരു പോസിറ്റീവായിട്ട് ആ ഒരു എഫക്റ്റ് നമുക്കുണ്ടാവും. നിങ്ങളെ ഓരോരുത്തരെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ സൂമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സോണിയ എന്നാണ്. ഞാൻ കോട്ടയം മണറാട് സ്വദേശിയാണ്. ഞാൻ ഈ കൺസെപ്റ്റ് ഏറ്റെടുത്തിട്ട് ഒരു വർഷത്തോളമായി. ഏതൊരു ദിവസം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ഒരു സെക്കൻഡ് നമുക്ക് പ്രാർത്ഥിച്ച് തന്നെ സൂം സ്റ്റാർട്ട് ചെയ്യാം. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ സൂം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ സൂമിൽ കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് വെൽക്കം സ്പീച്ച് പറയുന്നത് നമ്മുടെ സൂസമ്മ മാഡമാണ്. കോട്ടയത്തിന്റെ അഭിമാനമായ സൂസമ്മ മാഡം കാര്യങ്ങൾ വളരെ കൃത്യതയോടും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയാണ് സൂസമ്മ മാഡം. സൂസമ്മന്റെ ടീമിനെ ചേർത്ത് നിർത്തി നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. ഏറെ സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടു കൂടി ഞാൻ ഈ വെൽക്കം സ്പീച്ചിന് വേണ്ടി സൂസമ്മ മാഡത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സൂസമ്മ മാഡം. താങ്ക് യു സോണിയ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. എൻ്റെ പേര് സോണിയ, പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ പേര് സൂസമ്മ. എല്ലാവരും തന്നെ സൂസമ്മ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളെക്കാളൊക്കെ പ്രായം കൂടിയ ആളായിരിക്കാം ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. ഒരു 86 തൊട്ട് 1986 മുതൽ ഞാനൊരു ട്രഡീഷണൽ ബിസിനസ്, അതായത് ഒരു ഗാർമെന്റ് യൂണിറ്റ് നടത്തി വരുന്ന ആളാണ്. അത് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഹെൽത്തിന്റെ കുറച്ച് പ്രോബ്ലംസ് വന്നു. അതായത് ഞാൻ തന്നെ എൻ്റെ ബിസിനസ് ആണെങ്കിൽ പോലും ഞാനാണ് ഫുൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഗാർമെന്റിനെ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ വന്ന സമയത്താണ് എന്നോട് ഒരാൾ ഈ വൈറ്റോറിയത്തിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ഞാൻ കാരിത്താസ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ നമുക്കിത് പെട്ടെന്ന് കൊണ്ട് കേട്ടാൽ ഉൾക്കൊള്ളാനൊന്നും ഒക്കത്തില്ലല്ലോ. അപ്പൊ ഞാനും അതുപോലെ തന്നെ ഇത് റിജക്റ്റ് ചെയ്തു. അതേസമയം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു 10-15 ദിവസം കൊണ്ട് മാജിക്കലായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക്, ഈ സിസ്റ്റത്തിലേക്ക് വന്നത്. നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ആ വിശ്വാസം, പ്രോഡക്റ്റിലുള്ള വിശ്വാസമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടേതായ ഒരു കഴിവ് കൊണ്ട് നമ്മളെ തേടി ആൾക്കാർ വരുന്ന ഒരിതാണ് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റൊരാളെ പോയി കാണുക എന്ന് പറയുന്നത് മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ കൊണ്ട് കുറച്ച് നാളുകൾ കൊണ്ടാണ് അതൊക്കെ ഞാൻ മനസ്സുകൊണ്ട് പാകപ്പെടുത്തിയെടുത്തത്. ഇപ്പൊ എനിക്കൊരു ചെറിയൊരു ടീമുണ്ട്. ഞാൻ നന്നായിട്ട് ഈ ബൈറ്റോറിയത്തിൽ മുമ്പോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചിന്തകളാണ് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് വന്നത്. ഒരു കൺസെപ്റ്റിൽ നിന്ന് വേറൊരു കൺസെപ്റ്റിലേക്ക് മാറുമ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഈ ചിന്തകൾ നമ്മുടെ ഭാവി, നമ്മുടെ ജീവിത തലത്തിൽ എത്രമാത്രം എഫക്റ്റീവാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് തോട്ട്സ് ക്രിയേറ്റ് ഡെസ്റ്റിനി. ജീവിതത്തെ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതൊരാളിൻ്റെയും ആഗ്രഹം, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. നമ്മൾ ഒരു ഫീൽഡിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ഫീൽഡിലേക്ക് നമ്മൾ മാറുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ബേറ്റോറിയത്തിൽ തന്നെ വന്ന് വർക്ക് ചെയ്യാൻ കാര്യം എന്താ? നമ്മുടെ ഒരു ജീവിതതലം കുറച്ചുകൂടെ ഒന്ന് ഉയർത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ്. ഒരു ഓവറോൾ ഒരു ലെവൽ കൂടി നമുക്ക് ഉയരണം. ഇതാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം, അല്ലേ? ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഈ വക കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം.
നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ തലം എവിടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാനായിട്ടൊക്കത്തുള്ളൂ. അപ്പൊ ഓരോരുത്തരും നമ്മുടെ ജീവിത തലം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കണം. അതിന്റെ ഉറവിടം എവിടെയാണ് അതും നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ചിന്തകളാണ് ജീവിതത്തിന്റെ റിയാലിറ്റികളായി മാറുക എന്നുള്ളത്. ഇത് നമുക്ക് പൂർണ്ണമായി ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മോശപ്പെട്ട ചിന്തകളെ എൻകറേജ് ചെയ്യുന്നു എന്നൊന്ന് ചിന്തിക്കേണ്ടതാണ്, അല്ലെ? ഈ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന എല്ലാം ചിന്തകളാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മോശപ്പെട്ട ചിന്തകളെ എൻകറേജ് ചെയ്യുന്നത്? അതിനെ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കി കഴിയുക, അതിന്റെ ലോജിക്ക് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിൽ ആക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റായ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. If you are not logically convinced, you won't be emotionally driven. അതായത് നമ്മൾ ലോജിക്കലി കൺവിൻസ്ഡ് ആവാത്ത കാര്യങ്ങൾ നമുക്കൊരു കാര്യവും നമ്മളെ നയിക്കത്തില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതേസമയം നമ്മൾ ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിന്തകളാണ് റിയാലിറ്റി ആയിട്ട് മാറുന്നത്. ചിന്തകളാണ് നിങ്ങളുടെ ലൈഫ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ചിന്തകളാണ് നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട് മാറുന്നത്. ഇത് അറിയണമെങ്കിൽ ആ പ്രോസസ്, തോട്ട് സൈക്കിൾ എന്ന പ്രോസസ് മനസ്സിലാക്കണം. എൻ്റെ സ്വന്തം ജീവിതത്തിലും എന്നോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലും വളരെ പോസിറ്റീവും നിർണായകവുമായ ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ തോട്ട് സൈക്കിൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. ചിന്തകൾ വാക്കുകളും പ്രവൃത്തികളുമായിട്ട് മാറുന്നു. വാക്കുകളും പ്രവൃത്തികളും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ശീലങ്ങളായിട്ട് മാറുന്നു. അതായത് ഹാബിറ്റ്സ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രവൃത്തി ചെയ്താൽ അത് ഹാബിറ്റ് ആയിട്ട് മാറും. ഈ ശീലങ്ങളാണ് പിന്നീട് നമ്മുടെ പെരുമാറ്റങ്ങളായിട്ട്, അതായത് ബിഹേവിയർ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഏത് പെരുമാറ്റവും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവമായി, അതായത് ക്യാരക്ടറായിട്ട് മാറും. ഈ സ്വഭാവങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിതം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ ജീവിതതലം, അതായത് നമ്മുടെ ഡെസ്റ്റിനി. ഈ ജീവിതതലം ഉയരാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളെ ക്രമീകരിക്കുക, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരിൽ നിന്ന് ഒരകലം പാലിക്കുക, ഗോസിപ്പ് പറയുന്നവരിൽ നിന്ന് മാറി നിൽക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വഭാവമുള്ളവരുമായി അടുത്തിടപഴകുക. ഇങ്ങനെ ജീവിതതലം നല്ലതാണെങ്കിൽ നമ്മളിലുള്ള ചിന്തകൾ നല്ലതാവും. നല്ല ചിന്തകൾ നമുക്ക് നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും തരും. നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ശീലങ്ങളായിട്ടത് മാറും. നല്ല ശീലങ്ങൾ നല്ല ബിഹേവിയർ ആയിട്ട് മാറും. നല്ല ബിഹേവിയർ നല്ല ക്യാരക്ടറായിട്ട് മാറും. അത് കുറച്ചുകൂടി നല്ല ജീവിതതലം നമുക്ക് സൃഷ്ടിക്കുന്നതായി കാണാം. ആ കുറച്ചുകൂടി നല്ല ജീവിതതലത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടി നല്ലതായിട്ട് വരും. കുറച്ചുകൂടി നല്ല ചിന്തകൾ കുറച്ചുകൂടി നല്ല വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാക്കും. അത് കുറച്ചുകൂടി നല്ല ശീലങ്ങളാകും. അത് കുറച്ചുകൂടി നല്ല ബിഹേവിയർ ഉണ്ടാക്കും. അത് കുറച്ചുകൂടി നല്ല ക്യാരക്ടറായിട്ട് മാറും. അത് വളരെ മികച്ച ഒരു ജീവിതതലത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. ആ മികച്ച ജീവിതതലത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും മികച്ച ചിന്തകളാകും നമുക്കുണ്ടാവുക. ഏറ്റവും മികച്ച ചിന്തകൾ ഏറ്റവും മികച്ച വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാക്കും. ഏറ്റവും മികച്ച ശീലങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും മികച്ച ബിഹേവിയറിലേക്ക് നമ്മൾ മാറും. ഏറ്റവും മികച്ച ക്യാരക്ടറിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറും. നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് കണ്ടില്ലേ? ഇതിന് പറയുന്ന പേരാണ് പോസിറ്റീവ് സൈക്കിൾ, പോസിറ്റീവ് സ്പൈറൽ. ഇത് തിരിച്ചുമുണ്ട്. നമ്മുടെ ചിന്തകൾ മോശമായാൽ വാക്കുകളും പ്രവൃത്തികളും മോശമാകും. വാക്കുകളും പ്രവൃത്തികളും റിപ്പീറ്റ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ ശീലങ്ങൾ. അപ്പോൾ മോശപ്പെട്ട ശീലങ്ങൾ ഉടലെടുക്കും. മോശപ്പെട്ട ശീലങ്ങൾ മോശപ്പെട്ട പെരുമാറ്റങ്ങളായിട്ട് മാറും. അത് മോശപ്പെട്ട സ്വഭാവത്തിലേക്ക് മാറും. അങ്ങനെ മോശപ്പെട്ട ഒരു ജീവിത തലത്തിലേക്ക് നമ്മൾ എത്തും. അവിടെ നമ്മളുമായി ഇടപെടുന്നവരും അതേ തലത്തിലുള്ളവരായിരിക്കുമല്ലോ. ആ തലത്തിൽ വീണ്ടും നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്തകൾ കുറച്ചുകൂടി മോശപ്പെട്ടതായിട്ട് മാറും. ആ മോശപ്പെട്ട ചിന്തകൾ കുറച്ചുകൂടെ മോശപ്പെട്ട വാക്കുകളും പ്രവൃത്തികളുമായിട്ട് മാറും. അത് കുറച്ചുകൂടെ മോശപ്പെട്ട ശീലങ്ങളായിട്ട് മാറും. കുറച്ചുകൂടെ മോശപ്പെട്ട പെരുമാറ്റങ്ങളിലേക്ക് നമ്മൾ മാറും. അത് കുറച്ചുകൂടി മോശപ്പെട്ട സ്വഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കും.
അത് വളരെ മോശപ്പെട്ട ഒരു ജീവിതതലത്തിൽ നമ്മളെ എത്തിക്കും. വീണ്ടും അവിടെ നിന്ന് വളരെ വളരെ മോശപ്പെട്ട ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമേ വരികയുള്ളൂ. ഇതാണ് നെഗറ്റീവ് സ്പൈറൽ. നമ്മുടെ ലൈഫ് മൊത്തമായിട്ട് നോക്കുവാണെങ്കിൽ ഈ രണ്ട് സ്പൈറലും ചേർന്നതാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതമായി കൺവേർട്ടായി വരുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ എന്താണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ക്യാരക്ടർ എന്താണോ എന്നാണ്. ഒരു മനുഷ്യൻ എന്താണോ എന്ന് ചോദിച്ചാൽ അത് അയാളുടെ സ്വഭാവമാണ്, പെരുമാറ്റമാണ്, ആറ്റിറ്റ്യൂഡാണ്. ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് ഒരു വ്യക്തിത്വം. നിങ്ങൾ എന്താണോ അതനുസരിച്ചുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. വളരെ നല്ല തലത്തിലുള്ള നിങ്ങളെ സൃഷ്ടിക്കണമെങ്കിൽ അതിന് ഉതകുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടാകണം. അതിനായി നല്ല പെരുമാറ്റങ്ങൾ നിങ്ങളിൽ പ്രകടമാകണം. അതിനായി നല്ല ശീലങ്ങൾ നിങ്ങൾ ആർജിക്കണം. നല്ല വാക്കുകളും നല്ല പ്രവർത്തികളും റിപ്പീറ്റ് ചെയ്താൽ അത് ശീലങ്ങളായിട്ട് മാറും. ഇതിനെല്ലാം നല്ല ചിന്തകൾ നമ്മളിൽ ഉണ്ടാവണം. നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇഷ്ടത്തോടെയും ആകാം, ഇഷ്ടത്തോടെ അല്ലാതെയും ആകാം. ഇഷ്ടത്തോടെ ചെയ്യുന്നത് മാത്രമല്ല ശീലങ്ങളാകുക. പല ശീലങ്ങളും നിങ്ങൾക്കറിയുക പോലുമില്ല. നിങ്ങൾ രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു 94% ഹാബിച്വലായിട്ട് ചെയ്യുന്നതാണ്. റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് ശീലങ്ങളായി മാറിയവയാണ്. രാവിലെ ഉണരുന്നത് ഒരു ശീലമാണ്. ഇപ്പോൾ എത്ര പേർ കിടന്നുറങ്ങുന്നുണ്ട്? നമ്മൾ രാവിലെ ഉണർന്ന് സൂമിൽ കയറിയത് കൊണ്ട് നമ്മൾക്കതൊരു ശീലമായി മാറി. അത്ര ഇഷ്ടത്തോടെ അല്ല എങ്കിലും രാവിലെ ഉണരുകയും എല്ലാ ദിവസവും സൂമിൽ കയറുകയും ചെയ്തപ്പോൾ നമുക്കതൊരു ശീലമായി. നമ്മളിപ്പോൾ അറിയാതെ ഉണരും, സൂമിൽ കയറും. അതുപോലെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും അവരെ നിർബന്ധിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കേൾക്കാൻ മേലെ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ട കണ്ടതുകൊണ്ടാ. നമ്മൾ അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും അവരെ നിർബന്ധിച്ചാണ് നമ്മൾ ശീലിപ്പിക്കുന്നത്. അവർക്ക് താല്പര്യമില്ലാതെ തന്നെ പല കാര്യങ്ങളും നമ്മൾ നല്ല ശീലങ്ങൾ ആക്കി അവരുടെ മാറ്റാറുണ്ട്. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും ഒരുപോലെ അല്ല ഇരിക്കുന്നത്. തലയിൽ കൈ ഊന്നിയിരിക്കുന്നവരുണ്ട്, കാലനക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ശീലങ്ങളായി മാറുന്നതാണ്. ശീലങ്ങൾ എങ്ങനെ ഉണ്ടായി? വേർഡ്സിലൂടെ, ആക്ഷനിലൂടെ. അത് എവിടെ നിന്നുണ്ടായി? ചിന്തകളിലൂടെ. ഈ ചിന്തകളാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം. ഒരാളുടെ മനസ്സിലൂടെ 35,000 മുതൽ 70,000 വരെയുള്ള ചിന്തകൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പറന്നുയരണമെങ്കിൽ ഭാരം കുറയ്ക്കണം. പറന്നുയരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അനാവശ്യമായ കാര്യങ്ങൾ നീക്കം ചെയ്യണം. നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും, ചിന്തകളും, ശീലങ്ങളും ഉപേക്ഷിക്കണം. മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകൾ, നെഗറ്റിവിറ്റി, അനാവശ്യമായ ആശങ്കകൾ എല്ലാം നീക്കം ചെയ്യുന്ന വ്യക്തികളാണ് ഉയരങ്ങൾ കീഴടക്കുന്നത്. കഴിഞ്ഞ കാലത്തിന്റെ ഭാരങ്ങൾ, ആളുകളുടെ വിമർശനങ്ങൾ, അനാവശ്യ സംസാരങ്ങൾ ഇവയെല്ലാം ഉപേക്ഷിക്കുന്നവർ മാത്രമേ ഉയരങ്ങളിലേക്ക് പറക്കുകയുള്ളൂ, യഥാർത്ഥ വിജയികളാവുകയുള്ളൂ. ചിന്തകളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നിയന്ത്രിക്കുക എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലൂടെ പലതരത്തിലുള്ള ചിന്തകളാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ സിറ്റുവേഷനിലും ഓരോ തരത്തിലുള്ള ചിന്തകളാണ് ഉണ്ടാവുക. ചിലപ്പോൾ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു രോഗലക്ഷണം കണ്ടു എന്ന് ഒരു ഡോക്ടർ പറയുവാണ് ഒരു രോഗലക്ഷണത്തെ കുറിച്ച്. അപ്പൊ പെട്ടെന്ന് നമുക്ക് തോന്നും, അയ്യോ, ആ രോഗത്തിന്റെ ലക്ഷണം നമുക്കുണ്ടോ? പിന്നെ ചിന്തകൾ അങ്ങ് കാട് കയറിപ്പോവും, അല്ലെ? ഓവർ തിങ്കിങ് എന്ന് പറയും. അതുപോലെ ഇപ്പൊ മറ്റൊരാൾ നമ്മളോടൊന്ന് ദേഷ്യപ്പെടുവോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് വേണ്ടിയതും വേണ്ടാത്തതുമായിട്ടുള്ള ചിന്തകളുമായിട്ട് ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മൾ പോകും. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കുകയില്ല നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്, തികച്ചും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഈ നിമിഷം വരെ, ഈ മൂമെന്റ് വരെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനെ
ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ചിന്തകൾ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ മാത്രമേ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കാവുള്ളൂ. ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അന്നേരം അതിനെ നിഗ്ലക്റ്റ് ചെയ്യണം. അതിനെ നമ്മൾ കൂട്ടി 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 ചിന്തിച്ചു പോകരുത്. അപ്പം അതെന്നാ വരും? അങ്ങനെ ചിന്തിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പം നമ്മൾ റീതിങ്ക് ചെയ്യും. പല കാര്യങ്ങൾക്കും നമുക്കൊരു അഭിപ്രായം വേണ്ടി വരുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം, ഇപ്പം ഈ ബയോറ്റോറിയത്തെ കുറിച്ച് ഒരാൾ സംസാരിക്കുമ്പോൾ നേരത്തെ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്യും. അപ്പം വീണ്ടും ഒരാൾ ഈ ബയോറ്റോറിയത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ വരുന്നത് എന്താ? നമ്മൾ സ്റ്റോർ ചെയ്ത കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള, നമുക്ക് കൺഫേം ആവാത്ത ഒരു ചിന്തകൾ നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട്, നമുക്കറിയാലോ, നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനാണ് നമ്മളുടെ ചിന്തകളുടെ ബേസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ചിന്തകളെ മൊത്തം മാറ്റാനോ നിയന്ത്രിക്കാനോ സാധിക്കുമെന്ന് വിശ്വസിക്കരുത്. ആകെ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചിന്തകളെ കുറിച്ച് കോൺഷ്യസ് ആകുക എന്നുള്ളതാണ്. അതായത് എന്താണ് എന്നിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ, ഈ സമയം എന്താണ് ഞാൻ ചിന്തിക്കുന്നത്, ഈ ചിന്തിക്കുന്നത് എനിക്ക് ആവശ്യമുള്ള ചിന്തകളാണോ എന്ന് നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളൊരു വർക്കിനായിട്ട് പോകുവാന്ന് വെച്ചോ, ഇറങ്ങി പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? ഒന്ന് കോൺഷ്യസ് ആകൂ. എന്താണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇത് മിക്കവാറും നടക്കില്ല എന്നാണോ? അതോ പോകുന്ന വഴിക്ക് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായി അവിടെ സമയത്ത് എത്താൻ സാധിക്കില്ല എന്നാണോ? ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളിലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കണം, ഈ ചിന്തയാണോ എനിക്കിപ്പോൾ ആവശ്യം? എല്ലാം ഭംഗിയായി നടക്കണമെന്നല്ലേ ചിന്തിക്കേണ്ടത്? കോൺഷ്യസ് ആയതിനു ശേഷം നമുക്ക് എന്താണോ അൾട്ടിമേറ്റ് റിസൾട്ട് വരേണ്ടത് ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യണം. റീഫ്രെയിം അതാണ് വളരെ അത്യാവശ്യം. നമുക്കൊരു ചിന്ത വന്നാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമുക്ക് അൾട്ടിമേറ്റ് റിസൾട്ട് ഏതാ വേണ്ടിയത് അതിലേക്ക് നമ്മുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യണം. തോട്ട് പ്രോസസ് റീ എൻജിനീയറിംഗ് മെക്കാനിസം പ്രാക്ടീസ് ചെയ്യുക. അതിൽ ഒരു ടിപ്പാണ് ചിന്തകളെ കുറിച്ച് കോൺഷ്യസ് ആവുക, നമുക്ക് വേണ്ട രീതിയിൽ അതിനെ റീഫ്രെയിം ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. നിങ്ങളുടെ ജീവിതമായി മാറ്റപ്പെടുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. ഇന്ന് നിങ്ങൾ എന്താണോ എന്നത് ഇതിനു മുമ്പേ, അതായത് പാസ്റ്റിലെ നിങ്ങളുടെ ചിന്തകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്ന് നിങ്ങൾ ആരാണോ എന്നത് ആയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതായിരിക്കും ഇനിയും വരാൻ പോകുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ. അതുകൊണ്ട് നിങ്ങൾ ചിന്തകളെ കുറിച്ച് കോൺഷ്യസ് ആവുക. ഓരോ ചിന്തകളും കടന്നു പോകുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, ഈ ചിന്ത എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമോ അതോ പിന്നോട്ട് നയിക്കുമോ? മുന്നോട്ട് നയിക്കുന്ന ചിന്തകളെ തിരഞ്ഞെടുക്കുക. ആ നല്ല ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുക. ഇത്തരത്തിൽ നമ്മുടെ ചിന്തകളെ കുറിച്ച് കോൺഷ്യസ് ആകാനും വേണ്ട രീതിയിൽ അതിനെ മാറ്റിയെടുത്ത് റീഫ്രെയിം ചെയ്യാനും നമ്മുടെ ജീവിതത്തെ നമുക്ക് വേണ്ടിയ രീതിയിൽ മെച്ചപ്പെടുത്തുന്ന തലങ്ങളിലേക്ക് ഉയർത്താനും നമുക്ക് സാധിക്കണം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. താങ്ക് യു സുഷമ ആന്റി. നമ്മുടെ ജീവിതത്തിലെ നിലവാരം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് നല്ല ചിന്തകളും പ്രവൃത്തികളും അതാണ് നമ്മുടെ ബിഹേവിയർ ആയിട്ടും നമ്മുടെ ക്യാരക്ടറായിട്ടും മാറുന്നതെന്ന് സുഷമ മാഡം പറഞ്ഞു. നല്ലൊരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക വിധം ചിന്തകളാണ് നമ്മൾ മാറേണ്ടത്. നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു ബിഗ് സല്യൂട്ട് തന്നെ സുഷമ ആന്റിക്ക് നൽകുന്നു. നല്ല ക്ലാസ്സുകളായിരുന്നു. ഇനി അടുത്തത് നമുക്ക് ക്ലോസിംഗ് സ്പീച്ചാണ്. ക്ലോസിംഗ് സ്പീച്ച് ചെയ്യുന്നത് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ തന്നെ നമ്മുടെ അഭിമാനമായ നമ്മുടെ മനോജ് സാറാണ്. മനോജ് സാറ് ഒരു 10 മാസം കൊണ്ട് 1 കോടി രൂപ ഏൺ ചെയ്ത് മേടിച്ച ഒരു വ്യക്തിയാണ്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രേറ്റ് ലീഡർ ആണ് മനോജ് സാറ്. ഭയങ്കര എളിമയും പ്രാർത്ഥനയും ഉള്ള ഒരു വ്യക്തിത്വമാണ്. സാറിനെ അധികം പരിചയമൊന്നുമില്ല, കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും എനിക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെയൊക്കെ ഒരു അഭിമാനവും നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരവുമാണ്
നമുക്ക് മനോജ് സാറിന് നമ്മുടെ ഗ്രേറ്റ് മെന്ററായിട്ട് കിട്ടിയത്, ലീഡറായിട്ട് കിട്ടിയതും ഏറെ സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടെ ആദരവോടുകൂടി സാറിനെ ക്ലോസ് സ്പീച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഹാപ്പി വെൽക്കം സാർ. ഓക്കെ 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 കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം കേൾക്കാൻ പറ്റുന്നു? ഓക്കെ കേൾക്കാം സാറേ. യെസ് യെസ് ഓക്കെ. താങ്ക് യു സോ മച്ച് സോണിയ മാഡം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുക. ഇന്നത്തെ നമ്മുടെ സൂം പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ച നമ്മളെല്ലാം പ്രിയങ്കരിയായ കോട്ടയത്തിന്റെ ലീഡർഷിപ്പിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സുഷമ മാഡമാണ്. അവരെ കുറിച്ച് പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ MC ചെയ്ത് സോണിയ വർഗീസ്, അവരും വളരെ സജീവമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ട് ഇന്നത്തെ സബ്ജക്റ്റ് പോലെ നല്ലൊരു ചിന്താഗതിയോട് കൂടിയിട്ടില്ലേ, നമ്മുടെ ചിന്തയുടെ ഉൽപ്പന്നമാണ് നമ്മൾ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിന്റെ ഉൽപ്പന്നമാണ് നമ്മൾ. നല്ല ചിന്തകള് നല്ല വിജയത്തിലേക്ക് നയിക്കും നമ്മളെ. മോശം ചിന്തകള് തളർച്ചയിലേക്കും തകർച്ചയിലേക്കും നമ്മളെ നയിക്കും. അതാണ് അതിന്റെ ബേസ് മാഡം ഇവിടെ സംസാരിച്ചതിന്റെ. അപ്പൊ അടിപൊളിയായിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. സോണിയ മാഡത്തെ കുറിച്ച് പലർക്കും അറിയില്ല. ഇപ്പൊ അടുത്ത കാലത്താണ് നമ്മുടെ സൂമിലൊക്കെ വരാൻ തുടങ്ങിയത്. ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ MLAക്ക് പ്രൊഡക്റ്റ് കൊടുത്ത വ്യക്തിത്വമാണ്. ബിഗ് കൺഗ്രാജുലേഷൻ സോണിയ മാഡം. ഫാമിലി ആയിട്ട് വളരെ സജീവമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ഭർത്താവും മകനും ഒക്കെ 2 കുട്ടികളാണ്. ഒരാൾ പഠിക്കുകയാണ് ബാംഗ്ലൂരിൽ. ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയുന്ന വെച്ചാൽ ഞാൻ എല്ലാവരോടായിട്ട് ബന്ധങ്ങൾ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ട് അറിയുന്നതാണ് കേട്ടോ. മറ്റേ കുട്ടി കൂടെ ഉണ്ട്. കുട്ടിയും കൂടി ഒരുമിച്ച് ചെല്ലുമ്പോൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ നേരത്തെ മകനും കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പൊ മകനും കൂടെ ചെല്ലുകയും സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വർക്കിനെ സംബന്ധിച്ചിടത്തോളം. ഒരു കുടുംബം തന്നെ ഈ ബിസിനസ് ഒരു ചാരിറ്റി പ്രവർത്തനം പോലെ ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കുടുംബമാണ്. വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ചിന്തകളാണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക. ഒരു ചിന്തയൊന്നും ഇല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ നല്ലൊരു ചിന്തയോടുകൂടി ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ പറന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ സംസാരിച്ച സുഷമ മേഡം ആണെങ്കിലും അവരൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ട്രഡീഷണൽ ബിസിനസ് പറഞ്ഞു അവരല്ലേ. അവരൊരു ഗാർമെന്റ് യൂണിറ്റ് ഇട്ടതാണ്. ഗാർമെന്റ് യൂണിറ്റ് സ്വന്തമായിട്ട് കുറെ ആൾക്കാരെ വെച്ച് തയ്പ്പിച്ച് ഒരു ബ്രാൻഡ് വെച്ചുകൊണ്ട് ഹോൾസെയിലായിട്ട് വിതരണം ചെയ്യായിരുന്നു. മനസ്സിലായി? ഇന്ന് കോട്ടയം ടൗണില് വലിയ ബിൽഡിംഗ് സമുച്ചയം ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് വരികയും താൻ ചെയ്യുന്ന മേഖലയിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തത് കൊണ്ടാണ് അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റിയത്? വലിയൊരു ബിൽഡിംഗ് സമുച്ചയം കോട്ടയം പട്ടണത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ആ ബിൽഡിംഗ് കാണാനും അവിടെ പോകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഡയറക്ട് സെല്ലിങ്ങിന്റെ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ജീവിത വിജയം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ചിന്തകളുടെ ആകെ തുകയാണെന്നുള്ളതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകും. അത് മനുഷ്യ ജീവിയുടെ അല്ലെങ്കിൽ എല്ലാ ജീവികളുടെ ഒരു പ്രകൃതമാണ്. എപ്പോഴും നമുക്ക് നെഗറ്റീവ് ചിന്തകളെ ഉണ്ടാവുള്ളൂ. ഒരു ചെയ്യാൻ പറഞ്ഞാൽ നടക്കൂലയോ അല്ലെ? നടക്കില്ല എന്നുള്ള ചിന്തയാണ് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുക എന്നുള്ളത്. ഒന്നും നടക്കില്ല. ഇതാണ് നമ്മുടെ ചിന്താഗതി മൊത്തത്തിൽ. എന്ത് പറഞ്ഞാലും ഇപ്പൊ സുഷമ മേഡത്തിന്റെ അടുത്ത് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞപ്പോ ഇതൊന്നും നടക്കില്ല, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അല്ലെ കയ്യിലും കെട്ടി വെള്ളവും കുടിച്ച് ബെഡിലും കിടന്നാൽ എങ്ങനെ അസുഖം മാറുമെന്ന് ചിന്തിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ. പക്ഷേ അത് ഉപയോഗിച്ചപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. അതായത് പോസിറ്റീവ് തോട്ട്സ് നമുക്ക് ഉണ്ടാകില്ല. പൊതുവെ അങ്ങനെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു വരുന്ന അവസരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് വരുന്നത് കൂടുതലും നെഗറ്റീവ് തോട്ട്സ് ആണ്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ പറയുന്നു, നമ്മുടെ കുട്ടികളെങ്കിലും നമ്മൾ നെഗറ്റീവ് തോട്ട്സ് പഠിപ്പിക്കരുത്. മനസ്സിലായി? അത് തുടരുത്, ഇത് തുടരുത്, അങ്ങോട്ട് നോക്കരുത്, അതിന്റെ മുകളിൽ കയറരുത്. മനസ്സിലായ? സൈക്കിൾ ചവിട്ടരുത്, നീന്താൻ പഠിക്കരുത്, നീന്താൻ പഠിച്ചാൽ വെള്ളത്തിൽ മുങ്ങിച്ചാവും ഇല്ലേ, നീന്താൻ പഠിക്കരുത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ച് അവരറിഞ്ഞോ അറിയാതെയോ ബ്രെയിനിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു നെഗറ്റീവിന്റെ വലിയൊരു ഭണ്ഡാകാരം നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും പാടില്ല, പറ്റില്ല, നടക്കില്ല. പിന്നെയോ
നമ്മൾ സാധാരണക്കാരനാണെന്നും നമ്മൾ പാവപ്പെട്ടവരാണെന്നും നമ്മളെപ്പോഴും നമ്മളെ താഴോട്ടുള്ളവരെ നോക്കണമെന്നും മുകളിലോട്ടുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ലെന്നും ഇല്ലേ? അവരൊക്കെ വലിയ കാശുകാരാണ്, അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്, നമ്മളെപ്പോഴും നമ്മുടെ താഴെയുള്ളവരെയാണ് നോക്കേണ്ടത് ഇല്ലേ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിലേക്ക് ഫീഡ് വെച്ചിട്ട് നമ്മൾ പാവപ്പെട്ടവരാണ്, കൂലിപ്പണിക്കാരാണ്, നമുക്കതൊന്നും നേടാൻ പറ്റില്ല. മനസ്സിലായോ? ഇങ്ങനെയുള്ള പല പല ചിന്താശകലങ്ങളാണ് നമ്മുടെ എന്താ പറയാ ദിവസവും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. ആ ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾക്ക് പൊട്ടിച്ചെറിയാൻ വേണ്ടി സാധിച്ചാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഞാൻ ചുരുക്കി പറഞ്ഞ മാഡം പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? നമ്മുടെ ചിന്തകളാണ് നമ്മളെ പ്രവൃത്തികളായിട്ട് മാറുക, നമ്മളെ പ്രവൃത്തികളാണ് നമ്മുടെ സ്വഭാവമായിട്ട് മാറുക, നമ്മളെ സ്വഭാവമാണ് എന്താണ് നമ്മുടെ ആകത്തുക, നമ്മുടെ റിസൾട്ടായിട്ട് മാറുക അല്ലെ, നമ്മുടെ ജീവിത വിജയമായിട്ട് മാറുക. ഇപ്പൊ നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയാകണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? പോസിറ്റീവ് തോട്ട്സേ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഇത് അതിനാണ് രണ്ട് ചെവി വെച്ചിരിക്കുന്നത് അല്ലെ, ഇതിൽ കേൾക്കണം. എല്ലാവരെയും നമ്മൾ കേൾക്കാൻ തയ്യാറാകണം, ആരെയും നെഗ്ലക്ട് ചെയ്യരുത്. കേട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് ഇപ്പുറത്തേക്കൂടെ അങ്ങോട്ട് വിട്ടേക്കണം. മനസ്സിലായോ? കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടില്ലേ നിങ്ങൾ അല്ലേ? കരിമ്പ് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുക? അതിങ്ങനെ വെച്ചിട്ട് തിരിച്ചു കഴിയുമ്പോൾ അതിന് ജ്യൂസ് ഇങ്ങോട്ട് വരും, ബാക്കി അതിന്റെ എന്താ പറയാ വേസ്റ്റ് അല്ലെ, ഇതിന്റെ ചണ്ടി എന്നൊക്കെ പറയും, അതെന്ത് ചെയ്യണം? അത് പുറത്തേക്ക് അങ്ങ് കളയണം. അവർ പറഞ്ഞതിൽ നല്ല കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് എടുക്കണം, ബാക്കിയുള്ള എന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് വിട്ടേക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ നല്ല പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. പക്ഷെ നമ്മൾ സമൂഹം ഭയങ്കര നെഗറ്റീവാണ് അല്ലേ? സമൂഹത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അറിഞ്ഞോ അറിയാതെ കുട്ടികൾ അങ്ങനെ നമ്മളെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് ഇല്ലേ? നമ്മളെപ്പോഴും ആനയുടെ കഥ പറയാറുണ്ട്. ആനയെ കൊണ്ടുവന്നിട്ട് എന്താ, വലിയ മഹാശക്തിയുള്ള ആനയെ പിടിച്ചിട്ട് ഒരു ചങ്ങലക്കും ഒരു വടി, ഒരു തോട്ടി എന്ന് പറഞ്ഞൊരു വളഞ്ഞ സാധനം ഇല്ലേ, ഇത് അതിന്റെ അടുത്ത് വെച്ച് കൊടുത്ത് അത് പേടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അവന്റെ ചിന്ത അങ്ങനെയാക്കി നമ്മൾ മാറ്റിയിരിക്കുക. ഇത് എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല അല്ലെ, ഇത് ചങ്ങലക്ക് കെട്ടിയിട്ടിരിക്കുകയാണ്, ശരിയല്ലേ? അപ്പൊ എപ്പോഴാണോ അവന്റെ ചിന്തയിൽ മാറുന്നത് അപ്പോഴാണ് അത് പൊട്ടിച്ചു പോകുന്നത് പുറത്തേക്ക്. അതുപോലുള്ള ചിന്തകളിൽ അടിപ്പെട്ടിരിക്കുകയാണ് നമ്മൾ അറിഞ്ഞോ അറിയാം. ഈ ചിന്തകളെ ആർക്കൊക്കെ, നമ്മുടെ ഈ ബിലീഫ് സിസ്റ്റത്തെ ആർക്കൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ അവരാണ് ജീവിതത്തിൽ വിജയിക്കുക. ഇപ്പൊ പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും ഉണ്ടാകുക. എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ അതിലെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് ആദ്യം ചിന്തിക്കണം. ഇത് കേട്ട് കഴിഞ്ഞ് നമ്മളെ മനസ്സിലേക്ക് അപഗ്രഥിച്ച് അതിന്റെ പോസിറ്റീവ് വശങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ നമ്മളെ പോസിറ്റീവിലേക്ക് നയിക്കും, പോസിറ്റീവ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നുള്ളതാണ്. അങ്ങനെ മെല്ലെ 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 നല്ല ചിന്തകളുടെ ഉടമകളായി മാറുക, നല്ല ശീലങ്ങളുടെ ഉടമകൾ നമ്മൾ അറിയാതെ മാറുക എന്നുള്ളതാണ്. ശീലങ്ങൾ എന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ട് നേടാൻ പറ്റുന്നില്ല. ആവർത്തിച്ച് 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 സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളെ ചിന്തകൾ ശീലങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ നല്ല ശീലങ്ങളുടെ വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾക്ക് മാറുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഇങ്ങനെ ഉയർത്തപ്പെടും വിജയങ്ങളിലേക്ക് എന്നുള്ളതാണ്. ഒന്നും സാധിക്കില്ല എന്നത് ചിന്തകൾ നിങ്ങൾക്ക് മാറ്റണം. എനിക്കെല്ലാം സാധിക്കുമെന്ന്, ഞാൻ നേടുമെന്ന്, മനസ്സിലായ ഈ ഒരു തോട്ട്സ് എപ്പോഴും നിങ്ങൾ ബ്രെയിനിലേക്ക് നിങ്ങൾക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കും. വാടക വിട്ട് താമസിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്. അവർക്കെല്ലാം ലക്ഷ്യമുണ്ട്, ഒരു വീട് പണിയണം ഇല്ലേ, ഒരു വീട് പണി. അതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. ഈ വയട്ടൂരത്തിൽ 6820 രൂപ ആഴ്ചയിൽ പോലും ഇപ്പൊ കിട്ടണില്ല. 2 ആഴ്ച കൂടുമ്പോഴാണ് കിട്ടുന്നത്. ഇത് കിട്ടിയിട്ട് ഞാൻ എങ്ങനെ വീട് പണിയുന്നതാണ്? അതൊന്നും നടക്കൂല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലെ, നടക്കാൻ പോണില്ല ഇത് എന്ന് നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇല്ലേ, സ്ഥലം വാങ്ങാൻ എത്ര രൂപ വേണം ഇല്ലേ, വീട് പണിയാൻ എത്ര രൂപ വേണം, ഇങ്ങനെ ചിന്തകൾ നമ്മൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. എന്ത് വലിയ ലീഡറായാലും വേണ്ടില്ല അല്ലെ, എന്ത് വലിയ ആളുകളായാലും വേണ്ടില്ല, ഇടയ്ക്ക് നമ്മളെ ചിന്തകൾ ഇങ്ങനെ വരും, നെഗറ്റീവ് തോട്ട്സ് ഇടിമിന്നൽ വരും പോലെ. അപ്പൊ നമ്മൾ അതിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. എനിക്കിത് സാധിക്കും. നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കണം എന്നുള്ളതാണ്. നടക്കൂലെങ്കിലും പോലും നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് നേടാൻ വേണ്ടി സാധിക്കും. നിങ്ങളെ മനസ്സിനെ ഉറപ്പിച്ചു കൊടുക്കുക. ഞാൻ നേടിയ വഴിയാണ് പറയുന്നത് സുഹൃത്തുക്കളെ, മനസ്സിലായ? എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ നമ്മളെ ഹൃദയം ഇങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കും അല്ലെ, അതിൽ നിന്ന് കണ്ണീർ ധാരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും വീണ്ടും ആളുകൾ കളിയാക്കും, മനസ്സിലായി, കുറ്റപ്പെടുത്തും. ഒരു ഹെൽപ്പിംഗ് മൈൻഡുള്ള ഒരാൾ പോലും നമ്മളെ അടുത്തേക്ക് വരില്ല, ഒരാളും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. അപ്പൊ എല്ലാം തകർന്നു, എല്ലാം തീർന്നു. ഇനി എന്ത് ദൈവമേ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ദൈവം ഒന്നും കൂടി, ഞാൻ പല ക്ലാസ്സിലും പറയും പോലെ, ദൈവം ഒന്നും കൂടി നമ്മളെ പിടിച്ച് ഒന്നും കൂടി മുക്കും വെള്ളത്തിലേക്ക്, മനസ്സിലായ? എല്ലാം തകർന്നു നമ്മൾ വീണ്ടും ഒന്നും കൂടി പിടിച്ച് താഴ്ത്തും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത് പള്ളി, എന്ത് പടച്ചോൻ, എന്ത് ദൈവം, എന്ത് തമ്പുരാൻ, എന്ത് അമ്പലം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. എന്ത് ദൈവം, ഇതൊന്നും ഇല്ലെന്ന്, ഇത് നമ്മളെ ഇത്രയും തകർത്ത് കളഞ്ഞില്ലേ. പിന്നെ പള്ളിയിലും പോവില്ല, അമ്പലത്തിലും പോവില്ല, ബൈബിളും വായിക്കൂല, ഒന്നും ചെയ്യൂല, പ്രാർത്ഥിക്കൂല, ഒന്നുമില്ല, ദേഷ്യം വന്നിട്ട് അല്ലെ. അപ്പോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒന്നും കൂടി ഉയർത്താനാണെന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. ഈ തകർച്ച എന്ന് പറയുന്നത് ഉയർച്ചയിലേക്കുള്ളതാണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. അപ്പൊ ഞാൻ എന്തായാലും വിജയിക്കും. ഈ തകർച്ചയെല്ലാം എന്നെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, മനസ്സിലായ?
ദൈവത്തിന് എപ്പോഴും പദ്ധതികളുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത്. ആണോ? ആണോ? നമ്മൾ ഉദ്ദേശിച്ചാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയായിരുന്നു ഇവിടെ അല്ലേ? നെഞ്ചത്തടിയും കരച്ചിലും വിളിച്ചലും തുള്ളലും മറിയലും എവിടെ പോയി ഒന്നുമില്ല അല്ലെ. അപ്പൊ ഉദ്ദേശിച്ചതൊന്നും അല്ല ഇവിടെ നടന്നതും നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും. അപ്പൊ ദൈവകരങ്ങൾ വേറെയുണ്ട്. അപ്പൊ ദൈവത്തിന് ഹിതകരമായ രീതിയിലുള്ള നല്ല പ്രവൃത്തിയിലൂടെ നിങ്ങൾ ദൈവത്തിൽ താൻ പാതി ദൈവം പാതി എന്നും പറഞ്ഞത് വെറുതെ അല്ല പഴയ ആളുകൾ, മനസ്സിലായ? അപ്പോ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, സത്യസന്ധതയാണ് ദൈവം എന്ന് പറയുന്നത്, മനസ്സിലായി? സത്യസന്ധതയിൽ വിശ്വസിച്ചുകൊണ്ട്, കാരുണ്യം, അതാണ് ദൈവം എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് സ്നേഹം ചൊരിഞ്ഞു കൊടുക്കുക, അതാണ് ദൈവം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു ബിംബമോ ഒരു രൂപമോ അല്ല ദൈവം, മനസ്സിലായ? സത്യം, സ്നേഹം, വാത്സല്യം, സാഹോദര്യം, ഇല്ലേ, ഇതെല്ലാമാണ് ദൈവം എന്ന് പറയുന്നത്. അതിലെല്ലാം നമ്മൾ ചേർത്ത് വിശ്വസിച്ചുകൊണ്ട് എനിക്കിത് സാധിക്കും, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ നേടിയെടുത്തവനാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. സാധിക്കും സാധിക്കും ഞാൻ തകർന്നു പോയപ്പോഴും എന്റെ പ്രാർത്ഥനയിൽ ഒരു വാക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, അല്ലെ? എന്നെ ഒരു കോടീശ്വരനാക്കി തീർക്കണേ ഭഗവാനെ. എല്ലാം തകർന്ന് ഭക്ഷണം കഴിക്കാൻ പോലും കാര്യമില്ല എങ്കിലും എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോ അവസാനത്തെ ഒരു സെന്റൻസ് ഉണ്ട്, കോടീശ്വരനാക്കി തീർക്കണേ ഭഗവാനെ. സത്യം ബൈ ഗോഡ്, അല്ലേ? അത് സാധിച്ചോ? ഇല്ലേ? സാധിച്ചില്ലേ? അതാണ് പറഞ്ഞത്, സാധിച്ചു ബൈ ഗോഡ്. ഞാൻ പറയണതാണ്, എല്ലാം തകർന്ന് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ദൈവം എന്റെ ഇഷ്ടം പോലെ തന്നെ നടത്തിക്കോ. കൊല്ലാനാണോ പദ്ധതി? എന്നാ വേഗം കൊന്നു തരൂ ദൈവമേ. ഇങ്ങനെ ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം പൈസ കൊടുക്കാനുള്ള ആളുകൾ വീട് വളഞ്ഞു നിൽക്കുമ്പോ മനസ്സിലായ, അവരോട് പല അവധികൾ പറഞ്ഞിട്ടും പിന്നെയും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായ? എത്രയോ പലിശയുടെ ഏർപ്പാടാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ കൊടുത്ത് 5 മണിച്ചവന് 10 പൈസ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവൻ വിടുന്നില്ല, മനസ്സിലായില്ലേ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളുടെ കാശ് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യും, ഇന്ന് എന്നെ കാണില്ല കേട്ടോ. ഈ രണ്ടിലൊന്നും നടക്കും, ഒന്നിക്ക് നിങ്ങളുടെ കാശ് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. സത്യം. ഇതൊക്കെ ജീവിതത്തിൽ തിരിഞ്ഞാലും മറിയാനും പറ്റാത്ത കയറ് കെട്ടുന്നവരും വലിച്ചു മുറുക്കിയ ആളാണ്, മനസ്സിലായി? അവിടെ നിന്നെല്ലാം ദൈവം എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന സുഹൃത്തുക്കളെ, നമ്മുടെ ചിന്തകൾ, ആ പോസിറ്റീവ് ചിന്തകൾ എത്ര തകർന്നാലും വിജയിക്കും, പറ്റും നേടും എന്നുള്ള ചിന്തകൾ നിങ്ങളെ ആവർത്തിച്ച് നിങ്ങളെ ബ്രെയിനിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാം അതിജീവിച്ച് വന്നില്ലേ, ഇല്ലേ? അപ്പൊ പ്രാർത്ഥനയോടൊപ്പം നല്ല പ്രവൃത്തി രണ്ടും വേണം. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മളെല്ലാം വെറും പുഴുക്കളാണ്, ഇല്ലേ? നമ്മൾ ഏതൊക്കെ അഭിവാക്യമുണ്ട്, ഞാൻ അതിന്റെ വരികൾ മറന്നുപോയി, മനസ്സിലായി? വെറും പുഴുക്കളാണ് എന്റെ പൊന്നു സുഹൃത്തുക്കൾ. അതും വേണം. ആത്മാർത്ഥമായിട്ട് നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പണിയെടുക്കണം, ഫീൽഡിലേക്ക് ഇറങ്ങണം, ആളുകളോട് സംസാരിക്കണം, വലിയ പോസിറ്റീവ് തോട്ട്സ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അവര് ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു. സ്കൂൾ ടീച്ചർക്കൊക്കെ അറിയാം നമുക്ക്, ഇല്ലേ? ഇപ്പൊ അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ ആകെ 10,000 രൂപ താഴേക്കാണ് കൊടുക്കുന്നത്. അവരുടെ അക്കൗണ്ടിലൊക്കെ വലിയ എമൗണ്ട് ഒക്കെ വരും, തിരിച്ചങ്ങോട്ട് കൊടുക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അത്രയും ചുരുങ്ങിയ ശമ്പളം കൊടുക്കാൻ പാടില്ല, ഒരു ബേസിക് സാലറി ഉണ്ട്. ആ ബേസിക് സാലറി അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയും അത് ക്യാഷ് ആയിട്ടോ അങ്ങനെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് മേടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് അവർക്ക് 7,000 രൂപയാണ് ആകെ സാലറി ആയിട്ട് കിട്ടിക്കൊണ്ടത്. ഒരു ടീച്ചറായിട്ട് അവിടെ പോയിട്ട് കയ്യിലേക്ക് കിട്ടുന്ന 7,000 രൂപ. 7,000 രൂപ കൊണ്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റും? ഒരു മാസം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഡ്രസ്സ് മേടിക്കാനും, അല്ലെ, ഒരു മര്യാദക്ക് പോകാനോ, ബസ്സിന്റെ കാശ് കൊടുക്കാനോ, ഭക്ഷണം കൊണ്ടുപോകാനോ പോലും തികയില്ല കാശ് കൊണ്ട്. എന്നിട്ട് അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജോലി ചെയ്ത് കൊറോണ സമയത്ത് എല്ലാം തകർന്നപ്പോ ജോലി പോയി. 2020 അടുത്ത കാര്യമാണല്ലോ കൊറോണ വന്നിരിക്കുന്നത്, 2020 എല്ലാം നഷ്ടപ്പെട്ടു. അവർക്കാണെങ്കിൽ ശരീരം മൊത്തം വേദനയാണ്, അല്ലെ? കടവും കടത്തിന്റെ കൂടുമാണ്, ദാരിദ്ര്യമാണ്. അപ്പം എപ്പോഴും വേദനയാണ്. രാവിലെ എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല. ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഭർത്താവും മകനും ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടാണ് ഇങ്ങനെ എഴുന്നേറ്റിരുത്തുന്നത്. അങ്ങനെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞ് ജോലിയും നഷ്ടപ്പെട്ട് ഭയങ്കര പ്രയാസത്തിലും പ്രതിസന്ധിയിൽ നിൽക്കുന്ന അവര് ഇന്ന് ആരാണെന്നറിയോ? വലിയൊരു ലൈഫ് കോച്ചായിട്ട് അടിപൊളിയായിട്ട് നിന്ന് ആയിരക്കണക്കിന് ശിഷ്യന്മാരെയുമായിട്ട്, മനസ്സിലായ, ചേർത്ത് നിർത്തുകൊണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ, മനസ്സിലായില്ലേ, സമ്പന്നതയുടെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ ദീപശിക കൊടുക്കാൻ വേണ്ടി സാധിച്ചവർക്ക്, മനസ്സിലായ? കഴിഞ്ഞ മാസം അവരൊരു കാറ് ബുക്ക് ചെയ്ത്, എത്രയാണെന്നറിയോ? 1,65,00,000 രൂപയുടെ കാറ് ബുക്ക് ചെയ്തല്ല, വാങ്ങിച്ചു. ഒരസുഖം ഇപ്പൊ അവർക്കില്ല, അസുഖമൊന്നുമില്ല. അസുഖം മാറിയത് എങ്ങനെയാണെന്നല്ലേ അവർ പറഞ്ഞത്?
അവര് പറഞ്ഞ കിടക്കുന്നെടുക്കുന്ന അവര് ചിന്തിക്കുകയാണ്, എന്റെ അസുഖം എല്ലാം മാറിയിരിക്കുന്നു, ഞാൻ ഹെൽത്തി ആയിരിക്കുന്നു, എനിക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടിയിരിക്കുന്നു, ഈ സൈഡിലെ വേദന കംപ്ലീറ്റ് മാറിയിരിക്കുന്നു, ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നതായിട്ട് ഇങ്ങനെ അവർ മനസ്സിൽ കണ്ടോണ്ടേയിരിക്കും. ഒരു രോഗം എനിക്കില്ല, എന്റെ വേദനയൊക്കെ പോയല്ലോ ഇല്ലേ. വളരെ ചിരിച്ചു കളിച്ച് കൂടെ പഠിച്ച ആളുടെ കൂടെയും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന തോട്ട്സുകൾ, ചിന്തകള് അവരിങ്ങനെ മനസ്സിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്റെ സുഹൃത്തുക്കളെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ മെല്ലെ 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 ആ രോഗത്തിന്റെ അവസ്ഥ കുറഞ്ഞു വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളിലേക്ക് മെല്ലെ 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 എത്തും. ലോട്ടറി അടിക്കുമ്പോൾ ഒട്ടും എടുക്കുന്ന സംഭവമല്ല ഇത് പ്രാക്ടീസ് ചെയ്യണം. ബൈ പ്രാക്ടീസ് ആണ്. ബൈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ രോഗമേ എനിക്കില്ല, ഞാനിത് പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കുന്നു, കൂട്ടുകാരടുത്ത് പോകുന്നതും കാണുന്നതും കളിക്കുന്നതുമായ ചിന്തകൾ അവരിലേക്ക് ആവാഹിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചപ്പോൾ, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചപ്പോൾ കുറേശ്ശെ അവരുടെ രോഗങ്ങൾ കുറഞ്ഞു വന്നു എന്നാണ് അവർ പറഞ്ഞത്. മനസ്സിലായ? രോഗങ്ങൾ കംപ്ലീറ്റ് മാറി അവർക്ക്, ഒരു രോഗമില്ല അവർക്ക്. അതിനുശേഷം അവര് പുതിയ വഴികളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ രക്ഷപ്പെടും, എനിക്ക് നേടാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു റെഡിയാക്കിയപ്പോ മെല്ലെ മെല്ലെ ചില അവസരങ്ങൾ അവരെ തേടിയെത്തുകയും ഇന്ന് ലൈഫ് കോച്ചാണ് അവര്. മനസ്സിലായോ? വെറും ആളെ പേര് ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ ലൈഫ് കോച്ചായിട്ട് വലിയ കോടാനുകോടി രൂപയുടെ അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 വർഷം കൊണ്ട്, കൊറോണ കഴിച്ചിരുന്നു 10 വർഷമല്ലേ അല്ലേ, 5 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത്, അതാണ് ചിന്ത എന്ന് പറയുന്നത്. ചിന്തകൾക്കുള്ള പവർ അല്ലേ, അപാരമാണ്. നമ്മളെ നശിപ്പിക്കുന്നത്, നമ്മളെ നേടിത്തരുന്നത് നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ പ്രവൃത്തികളാണ്. അപ്പൊ നല്ല പോസിറ്റീവ് തോട്ട്സിന്റെ ഉടമകളായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കാർ വാങ്ങാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോ ഒരു സാധാരണ കാർ പോരെ എന്ന് ഹസ്ബൻഡ് ചോദിച്ചു, അല്ലെ? അമ്മയും ചോദിച്ചു, മക്കളും ചോദിച്ചു, സാധാരണ ഒരു കാർ മേടിച്ചാൽ പോരെ നമുക്ക്. അവര് പറഞ്ഞു അല്ല. അവര് കാർ ഷോറൂമിൽ ബുക്ക് ചെയ്യാൻ പോയപ്പോ BMW വാങ്ങാൻ പോയി. BMW പല സീരീസ് ഉണ്ടല്ലോ. അവിടെ ചെന്നപ്പോ ഇവരെ കാണുമ്പോൾ തന്നെ അവർ ചെറിയ സീരീസ് ആണ് എടുത്ത് കാണിച്ചു കൊടുത്തത്. അപ്പൊ അവർ അപ്പുറം നോക്കും വലിയൊരു കാറ് കാണുന്നുണ്ട്. അപ്പൊ പറഞ്ഞു കല്യാണരാമൻ, നമ്മുടെ കല്യാൺ സിൽക്സിന്റെ ഉടമ വാങ്ങിച്ച കാറാണത്, കഴിഞ്ഞ മാസം വാങ്ങിച്ച കാറാണത്. ഓ അതെയാണോ? അപ്പൊ അവരത് വാങ്ങില്ല എന്നുള്ള ചിന്തയായിരിക്കും ആർക്കുണ്ടാവുക, അവിടുത്തെ സെയിൽസ്മാന് പോലും ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ കാർ നോക്കേണ്ട കാര്യമില്ല, നമ്മളൊരു സാധാരണക്കാരനാണ്, ഒരു മിഡിൽ ക്ലാസ് ആണല്ലോ ഇത് വാങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ പറ്റിയ സീരീസിലേക്കുള്ള കാറുകളെ കാണിച്ചു കൊടുത്തപ്പോ അവർ പറഞ്ഞു എനിക്ക് ഈ കാർ വേണ്ട, എനിക്ക് കല്യാണരാമൻ വാങ്ങിച്ച ആ കാർ തന്നെ വേണം, എനിക്ക് അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാറിനകത്ത് കയറിയിരിക്കുകയും അല്ലേ, ഒരു വാങ്ങുമ്പോൾ ഒരു ഫീൽ, കാറൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് കയറിയിരുന്ന ഒരു ഫീൽ ചെയ്യണമെന്ന് പറയാറുണ്ട് ആളുകൾ. അപ്പൊ അതിനകത്ത് കയറിയിരുന്നതിന്റെ എല്ലാ ഓപ്ഷൻസ് ഒക്കെ നോക്കി അല്ലെ, ഒന്ന് ഡ്രൈവ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാനുള്ള അവസരം ഇവിടെ തരും. അതൊക്കെ നോക്കി ഒന്ന് ഫീൽ ചെയ്ത് ആ ഫീലിങ്ങിനെ, ഒരു വികാരത്തെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ വേണ്ടി സാധിക്കണം എന്നതാണ്. മനസ്സിലായ? ഒരു വികാരം ഉണ്ട്, അതിലൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വികാരം വരും. ആ ഒരു വികാരത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ആ വികാരങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്താ പറയുക, ഒരു സെൻസേഷൻ. അത് നമ്മൾ കണ്ട് അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമുണ്ട് ഇല്ലേ. അത് പറഞ്ഞ് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. അത് തൊട്ട് കണ്ട് ഇല്ലേ, നോക്കി കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓരോ വികാരങ്ങൾ ഉണ്ടാവും. ആ വികാരങ്ങൾ അവരവിടുന്ന് ആവാഹിച്ചെടുത്തപ്പോ, മനസ്സിലേക്ക് അതിനെ സ്വാംശീകരിക്കാൻ വേണ്ടി സാധിച്ചപ്പോ ഈ കാർ തന്നെ മതി. ചെറിയ ഒരു മിഡിൽ ക്ലാസ് കാർ വാങ്ങാൻ പോയവര് അവിടുത്തെ ടോപ്പ് ഓർഡർ ചെയ്തു, 1 ലക്ഷം രൂപ അവർ അഡ്വാൻസ് കൊടുത്തു. അപ്പൊ എല്ലാവരും ചിന്തിച്ചു, ഭർത്താവ് മക്കളൊക്കെ ചീത്ത പറഞ്ഞു വരെ, ഇങ്ങനെ എന്തിനു പേരാണിത്, എവിടെ കാശ് എന്നാ ചോദിച്ചത്. കാശൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കൃത്യസമയത്ത് 1,65,00,000 രൂപയുടെ കാർ വാങ്ങാൻ വേണ്ടി സാധിച്ചു. ഒരു വീട്ടമ്മയാണെന്ന് ആലോചിക്കണം. മനസ്സിലായ? വീട്ടമ്മയാണ് ഇവര്, അല്ലേ? അപ്പോ ആ രീതിയിൽ നമുക്കും സാധിക്കും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നേടാനും നേടിത്തരാനും പറ്റുന്ന ലോകത്തിലെ നമ്പർ 1 ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് നമ്മൾ എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഫീൽഡ് ഏതാണ്, നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാണ്, അത് ചിന്തിക്കണം നിങ്ങൾ. നമ്മൾ വലിയ ചിന്തകൾ, ഹിമാലയൻ ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് കൊടുക്കുമ്പോ ഇല്ലേ, നമുക്കത് നേടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ ഉള്ളത്? നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നവരെ ആ എന്ത് പ്ലാറ്റ്ഫോമിലാണുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളെ പ്ലാറ്റ്ഫോം ഇവിടെ സ്ട്രോങ് ആണെന്നുള്ളതാണ് അല്ലേ. റീപർച്ചേസ് കൂടി വന്നതോടുകൂടിയിട്ട് പ്ലാറ്റ്ഫോം അതിശക്തമായിരിക്കുന്നു. നിങ്ങൾക്ക് അത്ര വലിയ ഹിമാലയൻ ചിന്തകൾ ഉണ്ടെങ്കിലും അത് നേടിത്തരാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം, സ്ട്രോങ് ലീഡർഷിപ്പ്, സ്ട്രോങ് ടീം, സ്ട്രോങ് മാനേജ്മെന്റ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു MD, എല്ലാം നമ്പർ 1 ബെസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് നേടാൻ പറ്റുന്ന വലിയൊരു അവസരത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ആവശ്യത്തോടെ ഇത് ഏറ്റെടുക്കാനും മറ്റുള്ളവരിലേക്ക്, നമ്മളെ പോലെ വേദന അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഇല്ലേ. എത്രയോ ആളുകളുണ്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ.
വരുമാനമില്ലാത്ത പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ചിരിച്ച മുഖങ്ങൾക്ക് പിന്നിൽ ഒരു ഇല്ലേ വലിയ ദുഃഖങ്ങൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാം നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നവരുണ്ടാകും, പക്ഷെ അവരുടെ പുറകിലും വലിയ ദുഃഖങ്ങൾ ഉണ്ടാകും. അല്ലെ, രാത്രിയും പകലും എന്ന പോലെ തന്നെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. അവരെയെല്ലാം എപ്പോഴും നമ്മൾ സന്തോഷവാന്മാരാക്കുന്ന ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ ഉയർത്തപ്പെടും, ഒരു സംശയവും വേണ്ട. പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് പോവുക, നെഗറ്റീവ് തോട്ട്സിലവരെ നമ്മൾ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ചില ആളുകളുണ്ട്, ഇതൊന്നും നടക്കൂല കേട്ടാ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. എനിക്ക് തിരക്കാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് പോവാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം എന്നുകൊണ്ട് മെല്ലെ മെല്ലെ അവരുടെ കോളുകൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ മതി. അപ്പൊ നമ്മൾ ആകെ ആരാണെന്നുള്ളത് നമ്മുടെ കൂട്ടുകാർ, നിങ്ങളുടെ 5 സുഹൃത്തുക്കളുടെ സ്വഭാവം എന്താണോ, അവരുടെ രീതി എന്താണോ, അവരുടെ മൊത്തം ഇതെന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ മാറുക. നമ്മൾ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന 5 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് നിങ്ങൾ എഴുതാൻ പറയുമ്പോൾ ആ 5 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് നിങ്ങൾ എഴുതുമ്പോൾ അവരെ പഠിച്ചാൽ മതി നിങ്ങൾ ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അവരുടെ സ്വഭാവത്തെ കുറിച്ച് പഠിച്ചാൽ മതി നിങ്ങൾ ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം. പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും. നമ്മൾ കൊടുത്ത സ്ഥലത്ത് ഉദ്ദേശിച്ച സ്ഥലത്തിനൊക്കെ നല്ല റിസൾട്ടുകൾ വരില്ല. പലരും നമ്മളോട് ക്രൂഡായിട്ട് പെരുമാറിയെന്ന് വെച്ചു, മനസ്സിലായ? ഇതൊന്നും നമ്മളെ മാനസികമായിട്ട് തളർത്താനോ വേദനിപ്പിക്കാനോ പാടില്ല. കാരണം ഇതൊരു മാനേജ്മെന്റ് സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ആളുകളൊന്നും ചിലപ്പോൾ നേരെ തിരിച്ചു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില സംസാരങ്ങളും ഒക്കെ വരും. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. കാരണം അവരുടേതായ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവും. നമ്മൾ അതും കൂടി കാണണം. നമ്മൾ നമ്മുടെ ഭാഗം മാത്രം ന്യായീകരിച്ചു പോയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ കോമൺ ആയിട്ട് പറയാണ്, അവരുടേതായ ചില കാര്യങ്ങൾ ഉണ്ടാവും, അതിനെ അവർക്ക് വിട്ടുകൊടുക്കുക. അപ്പൊ നമ്മുടെ വേദന വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുക. മനസ്സിലായില്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അവർ പറയുന്നത് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. അല്ലാണ്ട് അവരോട് ശത്രുതയോ വെറുപ്പോ പകയോ ആർക്കും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അവർക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഒരുമിച്ച് ഒന്നിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക്, മനസ്സിലായ, വലിയൊരു സമൃദ്ധിയിലേക്ക്. നമ്മൾ കുറെ പണം ഉണ്ടാക്കലല്ല നമ്മുടെ സമൃദ്ധി എന്ന് പറയുന്നത്, ആണോ? അതല്ല. ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത ഇതാണ്. നമ്മൾ കുറേയും കൂടി പക്വതപ്പെടണം, കുറെ പാകപ്പെടണം, നല്ല നന്മ ചെയ്യണം, നല്ല സ്നേഹം കൊടുക്കാൻ നിങ്ങൾ സാധിക്കണം, എല്ലാവരെയും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. കുറെ ആളുകൾക്ക് മാത്രമേ അവർക്ക് വലിയ അംഗീകാരങ്ങളും ബഹുമാനങ്ങളൊക്കെ കൊടുക്കും. എല്ലാവരും സമന്മാരാണ്, ദൈവത്തിന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാം, അല്ലെ? മക്കളാണ്, എല്ലാവരും ദൈവ മക്കളാണ്. ഒരുപോലെ അംഗീകാരം എല്ലാവർക്കും കൊടുക്കാനും അവരെ ചേർത്ത് പിടിച്ചു നിർത്താനുള്ള മനസ്സ് ഉടമകളായിട്ട് നമുക്ക് വളരാൻ വേണ്ടി സാധിക്കണം. ഇതെല്ലാം മെല്ലെ മെല്ലെ വളർന്നു വരും, മനസ്സിലായ? ഈ സംഘജീവിതമൊക്കെ ഇങ്ങനെ മാറും, ഒരു വേറെ ലെവലിലേക്ക് നമ്മൾ കുറേയും കൂടെ കഴിയുമ്പോൾ വരും അത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് വളരാൻ വേണ്ടി ഉയരാനും സാധിക്കണം. വലിയ മനസ്സിനാണ് വലിയ വളർച്ച ഉണ്ടാകുള്ളൂ, വലിയ മനസ്സിനാണ് വലിയ ഉയർച്ച ഉണ്ടാകുള്ളൂ. വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണാനും ആ സ്വപ്നങ്ങൾക്കെല്ലാം നിറം ചാർത്താനും വലിയ മനസ്സിനെ സാധിക്കുള്ളൂ. നമ്മുടെ തുറന്ന മനസ്സോട് കൂടിയിട്ട്, തുറന്ന ചിന്തകളോട് കൂടിയിട്ട്, പോസിറ്റീവ് ചിന്തകളോടിയിട്ട് ആളുകളെ സമീപിക്കാനും ചേർത്ത് പിടിക്കാനും, അല്ലെ? ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവരും ഈ സുപ്രഭാതത്തിൽ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നവരെല്ലാം വിജയിക്കണം എന്നുള്ള മനോഭാവത്തോട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി വരുന്നവരാണ്. അവർക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തി കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തൃശ്ശൂർ BOP ആണ്. തൃശ്ശൂർ പ്രദേശത്തുള്ള എല്ലാ ലീഡേഴ്സും ആ പ്രോഗ്രാമിലേക്ക് എത്തണം. പരമാവധി BOP സെന്ററുകളിൽ എത്താൻ പറ്റുന്ന ലീഡേഴ്സ് മാറി നിൽക്കരുത്. അന്നത്തെ ദിവസം പറ്റുന്നത്രയും ഓരോ പുതിയ ഗസ്റ്റുകളുമായിട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഓരോ BOP സെന്ററുകളാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ വരുമ്പോൾ പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അവിടെ വന്നാലും പോസിറ്റീവ് തോട്ട്സ് മാത്രമേ പറയാൻ വേണ്ടി പാടുള്ളൂ. അവിടെ വന്നിട്ട് നെഗറ്റീവ് ചിന്തകൾ വിതരണം ചെയ്തു പോകുന്ന ചില ആളുകളുണ്ട്. ബ്രോസ്ലൈനോട് പറയും ഒന്നും നടക്കുന്നില്ല, കച്ചവടം വളരെ മോശമാണ്, പേയോട്ട് കിട്ടിയിട്ട് 1 മാസമായി, ഞാൻ നിർത്താൻ പോവാ, വേറൊരു കമ്പനി വന്നിട്ടുണ്ട്, നമ്പറിങ് ഇതാ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറയും, മനസ്സിലായ? ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് അവിടെയും വിതരണം ചെയ്യുന്ന ചില വിതരണക്കാരുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരു കാരണവശാലും ക്രോസ്ലൈനുമായിട്ട് അമിതമായിട്ട് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ഒന്നും പറയരുത്. എന്നിട്ട് ഇദ്ദേഹം ഇവിടെ നല്ല കച്ചവടം ചെയ്യും, മറ്റവരെ തകർക്കുക എന്നുള്ള ചില പദ്ധതികളുണ്ട്, അല്ലെ? നമ്മൾ ഉദ്ദേശിച്ച ആളുകൾ നമ്മുടെ ടീമിലേക്ക് വന്നില്ല, ഇതൊക്കെ ഈ ഡയറക്ട് സെല്ലിങ്ങിൽ വരുന്നതാണ്. അവർ ചിലപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ട് വന്നിട്ടുണ്ടാവില്ല. ഫോളോ അപ്പ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അവർ പിന്നീട് വേറെ ഏതെങ്കിലും ടീമിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരോട് ഉള്ളിൽ അറിയാതെ ഒരു മുറുമുറുപ്പും ഒരു പകയും ഒരു ദേഷ്യവും ഒരു വിദ്വേഷവും നമ്മളിങ്ങനെ വളർത്തിയെടുക്കുകയാണ്, മനസ്സിലായി? അതൊരിക്കലും പാടില്ല. അവർക്ക് ക്ഷയിക്കാൻ കൊടുക്കുക, എവിടെയായാലും വർക്ക് ചെയ്യുന്ന പറയണവരാ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവർ നിങ്ങളുമായിട്ടൊരു മത്സരം ഉണ്ടാകണം. മനസ്സിലായി? നിനക്ക് എത്ര വരുമാനം കിട്ടി? എനിക്ക് 5 ലക്ഷം കിട്ടി, എന്നാ ഞാൻ 6 ലക്ഷം മേടിച്ച് കാണിച്ചു തരാം, മനസ്സിലായി? ആ രീതിയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് നമ്മളെ മൈൻഡിന് കൊടുക്കണം. എന്നിട്ട് അവരോട് പറയും ഒന്നും നടക്കില്ല കേട്ടോ, നിങ്ങൾ ആ ടീമിലായത് കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പോകുന്നുണ്ട്, ഈ ടീമിൽ ഇങ്ങോട്ട് വന്നോ, ഇല്ലേ?
ഇങ്ങനെ തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് ആളുകളെ നെഗറ്റീവ് അടിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. എനിക്ക് പലവരും എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സാറേ അവര് നെഗറ്റീവ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് പറയുന്ന ആളുകൾ അങ്ങ് വിട്ടേക്കണം, അവരുമായിട്ട് യാതൊരു സംസാരത്തിന് നിങ്ങൾ പോകാൻ വേണ്ടി പാടുള്ളൂ. അവരെ കോളുകൾ നിങ്ങൾ ഞാൻ ഇത്തിരി തിരക്കാണ് പിന്നെ വിളിക്കാന്നുണ്ടെങ്കിൽ നെഗ്ലക്ട് ചെയ്ത് വിട്ടേക്കണം. അപ്പൊ നമ്മളെപ്പോഴും പോസിറ്റീവായ പാതയിലൂടെ പോകണം. ആവശ്യത്തിനല്ലാതെ അനാവശ്യത്തിന് ഒരാളായിട്ട് ക്രോസ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ടീമിൽ തന്നെ നെഗറ്റീവ് പറയുന്ന ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായ പല ലീഡേഴ്സും പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ അതില്ല, ഇവിടെ ആനയില്ല, ഇവിടെ ചേനയില്ല, എന്തൊക്കെയോ എന്ന് പറഞ്ഞ് മനസ്സിലായ അവരൊന്നും ഇന്ന് ഫീൽഡിലില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, അവർ ഈ ഇൻഡസ്ട്രിയിലേ ഇല്ല. ഇന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. വലിയ കഴിവുള്ള ലീഡേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളിത് മനസ്സിലാക്കുകയും അവരെ കൊണ്ടു നടക്കുകയും വലിയ കഴിവുള്ള ലീഡറാണെന്നൊക്കെ പറഞ്ഞ് എടുത്ത് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ആരാധിക്കുകയൊക്കെ ചെയ്ത ആളുകളുണ്ടായിരുന്നു. മനസ്സിലായ? ഇന്ന് അവർ ഇൻഡസ്ട്രിയിലില്ല. ഞാൻ തീർത്ത് പറയുന്നു, അവരെല്ലാം ഇന്ന് തുടച്ചു മാറ്റിയിരിക്കുന്നു ഈ പ്രകൃതി ശക്തി എന്ന് പറയുന്നത്. പ്രകൃതി ശക്തിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. മനസ്സിലായ? നമ്മളെ ഉപദ്രവിക്കുന്നതോടും നമ്മളെ എന്താ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോടും നമ്മൾ ആരോടും ശത്രുതയൊന്നും വെക്കേണ്ട. മനസ്സിലായില്ലേ? ആരോടും ശത്രുത വെക്കണ്ട. പക്ഷെ പ്രകൃതി ശക്തി ഉണ്ടല്ലോ, അതെല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കിൽ അവരെയൊക്കെ മായ്ച്ചു കളയും എന്റെ മുൻ സുഹൃത്തുക്കളെ. അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഏത് ടീമായാലും അവരോട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തവരോട് അടിപൊളി സൂപ്പറായിട്ട് ബിസിനസ് ചെയ്യൂടാ, രക്ഷപ്പെടും, സൂപ്പർ എന്ന് പറയണം നമ്മൾ. അല്ലാണ്ട് നെഗറ്റീവ് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പല കോളുകളും ഇന്നലെ മിനിയാന്നൊക്കെ പലർക്കും വന്നിട്ടുണ്ട്. ബയട്ടോറിയം കേരളത്തിൽ നിർത്താൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചത്, ബയട്ടോറിയം കേരളത്തിൽ നിർത്താൻ വേണ്ടി പോവാണ് സാറേ, ഇങ്ങനെ വലിയ സംഭവം ഉണ്ടോ സാറേ? ഞാൻ ആരാ പറഞ്ഞു? ആളെ പേരൊന്നും പറയുന്നില്ല സാർ, ഒരു ലീഡർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തൊക്കെ പറയുന്നു ഞാൻ ഇതിലും പറയും, ഇതിനപ്പുറവും പറയും. മനസ്സിലായ? സത്യം, ബൈ ഗോഡ്. ഞാൻ ഇവിടെ വടകര പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം ഞാൻ ട്രെയിനിലാണ് എന്നോട് ഒരു ലീഡർ സംസാരിച്ചത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. ചിലപ്പോ നിങ്ങൾ ചിലപ്പോ കേൾക്കും കേട്ടാ, അറിഞ്ഞോ അറിയാതെയോ. അങ്ങനെ ഒരു കമ്പനിക്ക് ഒരു സ്റ്റേജ് മാത്രം നിർത്തിവെക്കേണ്ട വല്ല കാര്യമുണ്ടോ കേരളത്തിൽ അതിശക്തമായ ബിസിനസ് നടക്കുന്നുണ്ട്. ഇന്നലെയും മിനിയാന്നൊക്കെ ഇവിടെ മോർ ദാൻ 5000 PV ഡെയിലി നടക്കുന്നുണ്ട്. 5000-ഓളം PV ഡെയിലി ബിസിനസ് കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞു. റീപർച്ചേസ് ശക്തമായി, വലിയ വരുമാനങ്ങൾ റീപർച്ചേസിലൂടെ നേടാൻ തുടങ്ങി. നിരവധി ഉൽപ്പന്നങ്ങൾ വരാൻ വേണ്ടി പോവാണ്. അവിടെയാണ് പറഞ്ഞത് കേരളത്തിൽ നിർത്താൻ പോയിട്ടോ ബയട്ടോറിയം. വേറെ പണി നോക്കാം നമുക്ക്. ചിന്തിച്ചു നോക്കണം നിങ്ങൾ, ഈ ചിന്തകൾ പോക്കേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല വർത്താനങ്ങളും കേൾക്കുമ്പോൾ അതൊക്കെ അങ്ങ് വിട്ടേക്കണം. അതാ പറയുന്നത്, നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ അടുപ്പിക്കരുത്. നിങ്ങൾ വാതിൽ തുറക്കരുത് കേട്ടാ. മനസ്സിന്റെ വാതിൽ അടച്ചിടണം അവരുടെയൊക്കെ മുമ്പിൽ. ഇത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് റീപർച്ചേസ് എല്ലാവരും ചെയ്യണം. റീപർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ LRP പോയിന്റ് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുള്ളൂ. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ എല്ലാ LRP പോയിന്റ്സും നമുക്ക് സാറ് ക്യാരി ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ സെപ്റ്റംബറിലത്തെ റീപർച്ചേസ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിന്റെ കട്ട് ഓഫ് 12 മണിയാണ് കേട്ടോ. 5 മണി വരെ ഇല്ല, വെളുപ്പം 5 മണി വരെ ഇല്ല. അത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ LRP പോയിന്റ് കിടപ്പുള്ളൂ, അത് ഉപയോഗിച്ച് പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ. അറിവില്ലാത്തതുകൊണ്ട് ഈ LRP പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഇന്ന് 1000 രൂപ വരുമ്പോൾ അതിന്റെ 5% അവിടെ കയറും. നിങ്ങൾക്ക് 10000 രൂപ വന്നാൽ നിങ്ങൾക്ക് അതിന്റെ 5% 500 രൂപ LRPയിലേക്ക് കയറും. 20,000 വന്നാൽ അതിന്റെ 5% 1000 രൂപ കയറും. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് എപ്പോഴാണോ 15,000 പോയിന്റ് ആകുന്നത് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തായ്ലൻഡ് ട്രിപ്പ് കിട്ടും. സാഗർ സാർ ഇപ്പൊ തായ്ലൻഡില്ല, 300 പേര് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ടീമിൽ എത്ര പേര് അച്ചീവ് ചെയ്തിട്ടുണ്ട് നോക്കണം. നിങ്ങൾ അച്ചീവ് ചെയ്തോ നോക്കണം. മനസ്സിലായ? വേഗത പോരാ, അതാണ് പഠിക്കേണ്ടത് നമ്മള്. അപ്പൊ അവരെ അവിടെ കൊണ്ടുപോകാനും അതിനുള്ള ക്രമീകരണങ്ങൾ ആക്കാനും ചെയ്യാനും ഒക്കെ വേണ്ടി സാഗർ സാർ ഇപ്പൊ അവിടെ പോയിരിക്കുക. അപ്പൊ നമ്മള് കേരളത്തിൽ എന്തായാലും ഒരു ജനുവരിയോടുകൂടി എത്തുന്ന ഞാൻ സാറിന്റെ അടുത്ത് കൊടുത്തിരിക്കുന്ന പ്രോമിസ്. ജനുവരിയോടുകൂടി ഒരു 500,000 പേര് നമുക്ക് ഇവിടുന്ന് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രോമിസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ LRP പോയിന്റ് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ മാസവും നമ്മളൊരു 1100, 1200, 1600 ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെൽഫ് റീപർച്ചേസ് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വിൽപ്പന നടത്താം. ക്ലിയർ ആയില്ലേ? അത് ഈ സെപ്റ്റംബറിൽ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യണം. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇന്ന് ചെയ്തില്ല എങ്കിൽ ഒക്ടോബർ ആകുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് 1500 LRP പോയിന്റ് ഉണ്ടെങ്കിൽ അത് 0 ആയിട്ട് മാറും കേട്ടോ. പിന്നെ എന്നെ വിളിക്കേണ്ട. ഇതെല്ലാം ലീഡേഴ്സ് ടീമിലേക്ക് പറഞ്ഞു കൊടുത്തേര്, നിങ്ങളെ ഗ്രൂപ്പിലേക്ക് വോയിസ് ഇട്ടേര്. ഇന്നലെ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞു. ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ എന്ന് പറയും. പിന്നെ ഇത് ഒരാൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അല്ലേ? അതുകൊണ്ട് ലീഡേഴ്സ് എന്ത് ചെയ്യണം, ആ വോയിസ് അല്ലെങ്കിൽ നിങ്ങൾ സ്വയമായിട്ടൊരു വോയിസ് ഉണ്ടാക്കി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. ഇന്ന് രാത്രി 12 മണിക്കാണ് അതിന്റെ കട്ടോ. ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്തോ. ചെയ്തില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുവൊന്നുമില്ല.
നിങ്ങൾക്ക് LRP പോയിന്റ് പോകുന്നേ ഉള്ളൂ. പിന്നെ അടുത്ത മാസം മുതൽ നിങ്ങൾ സജീവമായിട്ട് ഇറങ്ങിയാൽ LRP പോയിന്റ് അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. കേട്ടില്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതാണ് LRP പോയിന്റ് കാര്യം എന്ന് പറയുന്നത്. ഇത് അറിയാത്തതുകൊണ്ട് ചിലർ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് നിർബന്ധമായിട്ടും റീപർച്ചേസ് ചെയ്യണമെന്ന് സ്റ്റാർട്ട് ചെയ്തവർക്കില്ല. അവർക്കൊരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് 440 രൂപയുടെ വെൽക്കം ബോണസ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി. നിർബന്ധമൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരുടെ LRP പോയിന്റ് കയറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് കമ്പനിയുടെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ MD-യുടെ. അതുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ നമ്മൾ വലിയൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. വലിയ ഹിമാലയൻ സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കണം. വലിയ വലിയ സ്വപ്നങ്ങളാണ് നമ്മളെ വലിയ വലിയ വിജയത്തിലേക്ക് എത്തിയ. ചെറിയ ചെറിയ സ്വപ്നങ്ങൾ നമുക്ക് ടാർഗറ്റുകൾ, ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ വേണം. വീക്ക്ലി ഗോൾസ് വേണം, മന്ത്ലി ഗോൾസ് വേണം, എല്ലാം വേണം. നിങ്ങളൊരു 5 വർഷത്തെ കഴിയുമ്പോൾ നിങ്ങൾ ആരായി മാറണം എന്നുള്ളതാണ് ഇപ്പൊ ചിന്തിക്കണം. മനസ്സിലായ? 5 വർഷം കഴിയുമ്പോൾ ആരായി മാറണം ഇല്ലേ? ഇരിട്ടിയിൽ ഒളിക്കലുള്ള ഒരു 100 ഏക്കർ സ്ഥലം വാങ്ങാനുള്ള ഒരു സ്വപ്നം ആര് കാണണം? മിനിമേഡം കാണണം. മനസ്സിലായ? അവിടെ ഒരു 100 ഏക്കർ എസ്റ്റേറ്റ് ഇല്ലേ? 100 ഏക്കർ ഫാം ഹൗസ് അല്ലേ? അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കണം. എന്താ നടക്കൂലേ? സിമ്പിൾ ആയിട്ട് നടക്കുന്നു അല്ലെ? കോട്ടയം പട്ടണത്തിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് അല്ലെ? ഒരു BMW കാറ്. മനസ്സിലായ? ഇതൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പോയിന്റിലേക്ക് എത്തിക്കും. അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇന്ന് തൃശ്ശൂർ BOP ആണ്, നാളെ കോഴിക്കോട് BOP ആണ്, ശനിയാഴ്ച കോട്ടയം BOP ആണ്. ഇപ്പം ലിസ്റ്റ് ചെയ്ത BOP-കളാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാ പ്രോഗ്രാം സെന്ററുകളും സജീവമാകട്ടെ. നിങ്ങളെ ചിന്തകൾ ഉയർന്ന ചിന്തകളാകട്ടെ, പോസിറ്റീവ് ചിന്തകളാകട്ടെ, വിജയ ചിന്തകളാകട്ടെ. മനസ്സിലായ? നമ്മുടെ മനസ്സ് ദാരിദ്ര്യവും കഷ്ടപ്പാടും ചുവന്നുകൊണ്ട് നടന്നാൽ എപ്പോഴും ദാരിദ്ര്യവും കഷ്ടപ്പാടും വേവലാതി ഉണ്ടാവും. നമ്മുടെ മനസ്സുകളിലെ പോസിറ്റീവ് ചിന്തകളായി ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള 1000 ഏക്കർ തോട്ടവും അല്ലെ, 100 ഏക്കർ തോട്ടവും 10,000 സ്ക്വയർ ഫീറ്റ് വീടും BMW കാറും ഹാപ്പിനെസ്സും ഫോറിൻ വിദേശ രാജ്യങ്ങൾ ഇങ്ങനെ സന്ദർശിക്കുന്നതും ഫാമിലി ആയിട്ട് കറങ്ങി നടക്കുന്നതും ലോകത്തിലെ ഓരോ രാജ്യങ്ങൾ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മുടെ ടീമായിട്ട് പോകുന്നതും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ആവർത്തിച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്. നോ ഡൗട്ട് യു ആർ ദ അച്ചീവേഴ്സ്, യു ആർ ദ വിന്നേഴ്സ്. താങ്ക് യു വെരി മച്ച്. ജയ് ഈവേട്ടോ. താങ്ക് യു.